സ്വർണം റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ത്രീധനം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവ പരിസരവും ഒരു കഥാഗതിയും ഒക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും പല ജില്ലകളിലെയും നമ്മുടെ തൃശ്ശൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും കോട്ടയമാണെങ്കിലും ഇടുക്കിയാണെങ്കിലും ഒക്കെ മഹേഷിന്റെ പ്രതികരണത്തിലേക്ക് ഇടുക്കി വളരെ മനോഹരമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു. അങ്ങനെ പല ജില്ലകളും നമ്മൾ സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും കൊല്ലം ജില്ല ഇത്ര രസകരമായിട്ട് ഇത്ര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കഥാപരിസരവും ഒരു പ്രമേയ പരിസരവും വന്നിട്ടുള്ള സിനിമകൾ വളരെ വളരെ അപൂർവമാണ്. അത്തരം സിനിമകളിൽ ഇനി ഏറെ മുന്നിൽ നിൽക്കും ഈ പൊന്മാൻ എന്ന സിനിമ. കൊല്ലം ജില്ലയുടെ എല്ലാ ജീവിത പരിസരങ്ങളെയും വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയിലെ ആക്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഇത് ബേസിലിന്റെ കരിയർ ബെസ്റ്റ് സിനിമയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബേസിൽ എന്ന ആക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ബേസിൽ ഒരു എന്താ പറയുക വളരെ ചെറിയ ചെറിയ റോളുകളിലൂടെ കടന്നു വന്ന് ഒരേ സമയം സംവിധായകനാണ്, ഒരേ സമയം തന്നെ നടനാണ്. അതോടൊപ്പം തന്നെ സിനിമകളുടെ ഒരു എണ്ണത്തിന്റെ കണക്കെടുത്താൽ ഒരു സമയത്ത് ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ ഇപ്പോൾ ബേസിലാണ്. എല്ലാ മാസവും ഓരോ സിനിമകൾ എന്നതും കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ഓരോ സിനിമയാണ് ബേസിലിൻ്റെതായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒന്നുകിൽ ബേസിൽ നായകനാവും, അല്ലെങ്കിൽ ബേസിൽ കുറച്ച് നെഗറ്റീവ് റോളാവും, അല്ലെങ്കിൽ ബേസിൽ സഹനായകനാവും. അങ്ങനെ പലവിധ റോളുകളിൽ വരുന്നു. പക്ഷേ ചില സിനിമകളിൽ പ്രത്യേകിച്ചും പ്രാവിൻകൂട് ഷാപ്പ് എന്ന സിനിമയിൽ ബേസിലിൻ്റെ കഥാപാത്രം അത്ര നന്നായില്ല, അല്ലെങ്കിൽ ബേസിലിൻ്റെ പ്രകടനം മോശമാകുന്നു. ബേസിൽ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് തനിക്ക് ഇണങ്ങുന്ന റോളുകളാണോ എന്ന് നോക്കി മാത്രം സെലക്ട് ചെയ്യണം എന്നിങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. ബേസിലിൻ്റെ അഭിനയം വളരെ താഴെ പോകുന്നു എന്നുള്ള വിമർശനങ്ങൾ വന്നു. പക്ഷേ ഈ സിനിമയിൽ ബേസിൽ എല്ലാവരുടെയും തന്നെ വിമർശിച്ച എല്ലാവരുടെയും വായടപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ വിമർശിച്ചവരോട് ഇതാണ് ബേസിൽ, ഇത്ര നാളും നിങ്ങൾ കണ്ടതൊന്നുമല്ല ബേസിൽ, എൻ്റെ കയ്യിൽ ഇതുപോലെ പവൻമാറ്റ് തൂക്കമുള്ള ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെന്ന് ബേസിൽ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് നീക്കി നിർത്തുന്ന ബേസിലിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പ്രകടനം തന്നെയാണ് ഈ സിനിമയിലെ അജേഷ് എന്ന കഥാപാത്രം.